നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സന്ധ്യ എന്തിനാ ധനുഷിനെ ജാമ്യത്തിലിറക്കാൻ വക്കീലിനെ ഏൽപ്പിച്ചത്? നന്ദേട്ടൻ എന്തിനാ സന്ധ്യ സഹായിക്കാൻ കൂടെ നടക്കുന്നത്? ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല, ആതിരയുടെ കാര്യത്തിൽ ഇനി ടെൻഷൻ ആവണ്ട. ഞാനിവിടുന്ന് പോകുന്നതിന് മുൻപേ അവളുടെ അസുഖം മാറ്റിയിട്ടേ ഇനി ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നുള്ളൂ. നീ ചെല്ല്. എന്താ മാഡം അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? വക്കാലത്ത് ഒപ്പിടാൻ ജയിലിലേക്ക് എന്റെ ഒരു സ്റ്റാഫിനെ വിട്ടിരുന്നു. എന്നിട്ട് ധനുഷ വക്കാലത്ത് സൈൻ ചെയ്ത് തന്നില്ല. സൈൻ ചെയ്ത് തന്നില്ലേ? അതെന്താ? എന്റെ സ്റ്റാഫ് ചെല്ലുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് മോഹൻകുമാർ സാറ് വക്കാലത്ത് സൈൻ ചെയ്ത് വാങ്ങിയിരുന്നു. അതെങ്ങനെ ശരിയാവും? ധനുഷിനെ ജാമ്യത്തിലിറക്കാൻ ഞാനല്ലേ മാഡത്തിനെ ഏൽപ്പിച്ചേ? പിന്നെ ഈ അഡ്വക്കേറ്റ് മോഹൻകുമാർ എവിടുന്ന് വന്നു? എന്റെ ബാർ അസോസിയേഷനിലുള്ള മെമ്പർ തന്നെയാ മോഹൻകുമാർ സാറും. ഞാൻ വിളിച്ച് സാറിനോട് അന്വേഷിച്ചു. സാറിന്റെ കയ്യിൽ കേസ് ഏൽപ്പിച്ചത് സന്ധ്യ എന്നൊരു സ്ത്രീയാ. പുള്ളിക്കാരി ഡോക്ടറാണെന്നാ പറഞ്ഞത്. സന്ധ്യ? അവരുടെ കൂടെ ഏതോ ഒരാളും ഉണ്ടായിരുന്നു. പേര് ഞാൻ ഓർക്കുന്നില്ല. ഡോക്ടർ സന്ധ്യയുടെ ഒരു ഫ്രണ്ടാണെന്നാ മോഹൻകുമാർ സാർ പറഞ്ഞത്. സന്ധ്യയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് സച്ചിദാനന്ദൻ, സന്ദീപ്, അങ്ങനെ വല്ലതുമാണോ? അല്ലല്ല, മറ്റെന്തോ പേരായിരുന്നു. ഞാൻ വേണേൽ ഒന്നുകൂടി സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് പറയാം. ശരി മാഡം. ഇത് പറയാനാ അവന്തികയോട് വരാൻ പറഞ്ഞത്. മറ്റന്നാളാ കോടതിയില് കേസ് വിളിക്കുന്നത്. ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന ഉറപ്പാ. ധനുഷിന് ജാമ്യവും കിട്ടും. മാഡം, ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു. സോറി. അതൊന്നും സാരമില്ലടോ. എന്നെ പോലത്തെ ഒരു അഡ്വക്കേറ്റ് തന്നെയല്ലേ മോഹൻ സാറും. എന്നേക്കാൾ സീനിയറുമാ. അതുകൊണ്ട് താൻ ഒരു വിധത്തിലും ടെൻഷൻ ആവണ്ട. എന്നാ ശരി മാഡം. നേരത്തെ മറന്നുപോയ പേര് നന്ദകുമാർ എന്നാണോ? യെസ്, അത് തന്നെ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഓക്കെ, ശരി. സന്ധ്യ എന്തിനാ ധനുഷിനെ ജാമ്യത്തിലിറക്കാൻ വക്കീലിനെ ഏൽപ്പിച്ചത്? നന്ദേട്ടൻ എന്തിനാ സന്ധ്യ സഹായിക്കാൻ കൂടെ നടക്കുന്നത്? ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ഇനിയെന്നാ സന്ധ്യ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നേ? കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. അങ്ങോട്ട് വിളിക്കണം. അതിലൊരു മടിയും കാണിക്കരുത്. അങ്ങോട്ട് വിളിച്ച് കൃത്യമായി എല്ലാ ഡേറ്റിനും പോണം. ചിലപ്പോ ഡോക്ടർ മറന്നുപോകും. നമ്മുടെ പാകപ്പിഴ കൊണ്ട് ഒന്നും സംഭവിക്കരുത്, അത്രയുള്ളൂ. ഞങ്ങളും അത് ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടത്തി. ഏട്ടത്തിയോട് ആയതുകൊണ്ട് പറയാം. ഡോക്ടറിനെ കാണാൻ പോകുന്ന കാര്യം പറയുമ്പോ തന്നെ ഒരു പേടിയാ. ഇനി നടക്കില്ല എന്ന് വല്ലതും പറഞ്ഞാ അതെങ്ങനെയാ സഹിക്കുന്നത്? എന്നെക്കാളും വിഷമായിരിക്കും സച്ചേട്ടന്. നടക്കില്ലെങ്കിൽ ഡോക്ടർ ആദ്യമേ പറയായിരുന്നല്ലോ. അത് നടക്കും. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞത്. അല്ലാതെ വെറുതെ പറയോ? അതും സന്ധ്യ ഡോക്ടറെ പോലൊരാള്. അതാ ഏക ആശ്വാസം.
എപ്പോഴായാലും നമുക്കൊരു കുഞ്ഞു വേണം അർച്ചനെ. ഒരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ആതിരയുടെ കുഞ്ഞ് വന്നപ്പോ തന്നെ നിനക്കുണ്ടായ മാറ്റങ്ങള് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആതിര അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലും അത് ശരിയല്ല. എത്ര നാള് നീ ആതിരയുടെ കൊച്ചിനെയും കൊണ്ട് നടക്കും? നമുക്കുള്ളതാവുമ്പോ ആരും തുടരുത് പിടിക്കരുതെന്നൊന്നും പറയില്ലല്ലോ. കുഞ്ഞിലെ നീയും ആ കുഞ്ഞും ആകുന്നത് ഒരു കണക്കിന് നന്നായെന്നേ ഞാൻ പറയൂ. കുറച്ചുകൂടി പരുവായി കഴിഞ്ഞാ പിന്നെ നിന്നെ വിട്ട് ആ മോളെ എങ്ങോട്ടും പോവില്ല. ആവണിയെ നീ ഇതുപോലെ കൊണ്ടു നടന്നത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അവസാനം ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടെന്നറിയോ അവളെ നിന്നീന്നൊന്ന് മാറ്റിയെടുത്തത്. അതാ ഞാൻ പറഞ്ഞത്, നിനക്കായി ഒരെണ്ണം വേണം. ആഗ്രഹമില്ലാത്തോണ്ടല്ലോ എടുത്തി, എന്നോ കാത്തിരിക്കുന്നതാ. ഈശ്വരനും കൂടി വിചാരിക്കണ്ടേ? ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് വിഷമമൊന്നും തോന്നരുത്. ചെക്കപ്പ് ചെയ്തിട്ട് നിങ്ങളിൽ ആർക്കാ കുഴപ്പമെന്നാ ഡോക്ടർ പറഞ്ഞത്? അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്ക് വിഷമമെങ്കിൽ പറയണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എടുത്തിയോട് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് സച്ചേട്ടനെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന്. എനിക്കും ഡോക്ടേഴ്സിനും അല്ലാതെ മൂന്നാമതൊരാളിത് അറിയുന്നത് എടുത്തിയാ. അപ്പോ സച്ചുടി ഇതുവരെ ഈ വിവരം പറഞ്ഞില്ലേ? ഇല്ല. നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് ഏറ്റവും കൂടുതൽ എന്നെക്കാളും ആഗ്രഹിക്കുന്ന ആളാ സച്ചേട്ടൻ. അത് നടക്കാത്തതിന് കാരണക്കാരൻ സച്ചേട്ടനാണെന്ന് അറിഞ്ഞ സഹിക്കില്ല പാവം. അറിയിക്കാതിരിക്കാനാ ഞാൻ ഓരോ നിമിഷം ശ്രമിക്കുന്നത്. സച്ചിയെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുമ്പോ സത്യം അറിയില്ലേ? അറിയില്ല, അറിയിക്കില്ല. ഞാൻ സച്ചേട്ടനല്ല ട്രീറ്റ്മെന്റ് നടത്തുന്നതെന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നമുണ്ടെന്നും സച്ചേട്ടനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കാം. സച്ചേട്ടന് സംശയം തോന്നാതിരിക്കാൻ എനിക്കും ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. എന്നിലൂടെ ഒരിക്കലും സച്ചേട്ടൻ സത്യം അറിയില്ല. മീരടുത്ത് ആരോടും പറയല്ലേ. എന്റെ ജീവിതം പോലും പോകാൻ സാധ്യതയുള്ള കാര്യം ഞാനിപ്പോ പറഞ്ഞത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.